Rock, paper, scissors. Answer. Rock, paper, scissors. എന്താ നീ ഫോൺ കാണാനില്ലടാ. അതാ റൂമിലെങ്ങാനുണ്ടോ കട്ടിന്റെ അടിയില് നീ ഇവിടെയൊക്കെ നോക്കിയതാണ്. എടാ ഫോൺ കിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. ഒന്നാമത് ഞാൻ എല്ലാവർക്കും കുറെ ക്ലയൻസിന് ഓഫീസിൽ നമ്പർ അല്ല എന്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ വാട്സാപ്പെങ്കിലും റീഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഫണ്ടാറും ഇന്ന് എത്ര പേര് വിളിക്കുന്നത് ആകെ കുളം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. ഒന്ന് വിളിക്കും. റിങ് ചെയ്യണ്ടോന്ന് അറിയാലോ. റിങ് ചെയ്യണ്ടോ? റിങ് ചെയ്യുന്നുണ്ട്. നിനക്ക് കേൾക്കണ്ടോ? ഇത് പേപ്പറാണിത്. ഓ റിങ് ചെയ്യുന്നുണ്ട്. ഇനി ഫോൺ സൈലന്റ് എങ്ങാനോ ആണോ? എടാ ഞാൻ ഫോൺ സൈലന്റ് ഇടാറില്ല. ഉറപ്പാണോ? ഉറപ്പില്ല. എന്താണ് അവിടെ ഫോൺ കാണാനില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ആ ഫോൺ ഒന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കോ? ഞാൻ ഓൾറെഡി ഓഫീസിലെത്താൻ ലേറ്റ് ആയി. എനിക്ക് രാവിലെ ഒരു ഓർഡർ വന്ന് കിടപ്പുണ്ട്, അത് ഡെലിവറി ചെയ്യാൻ പോണം. നിനക്കും പോവാനുണ്ടല്ലേ? എനിക്കും പോവാനുണ്ട്. ഏതൊരു പ്രൊഡ്യൂസർ കാണാനായിട്ട്. DIG മോനെ സത്യമായിട്ടുള്ളടാ, ഞാൻ പോയി പെട്ടെന്ന് വരും. നീ തരപ്പോഴേക്കും. ശരി ശരി, നീ പോയിട്ട് വന്നേരം വാ. ഞാൻ 2 ഫോൺ കണ്ടുപിടിച്ചു തരും. അവി നീ ശരിക്കൊന്ന് ആലോചിച്ചേ. നീ ഓഫീസിലെങ്ങാനും മറന്നു വെച്ചിണ്ടാവോ ഫോൺ? ഇല്ലടാ, ഞാൻ എടുത്താണ്. എനിക്ക് നല്ല ഓർമ്മയില്ലേ. ഡി ദോശ ഉണ്ടാക്കിയ ദോശ 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 കഴിഞ്ഞു. ആ ഡി ഇവനത് കണ്ടുപിടിക്കാൻ നീ ഒന്ന് സഹായിക്ക്. എനിക്ക് ഓൾറെഡി ഓഫീസിൽ തന്നെ ലേറ്റ് ആയി. നിനക്ക് ആക്ച്വലി പതുക്കെ വന്നാൽ മതിയല്ലോ. ലക്കി നീ എന്താ കാണിക്കുന്നത്? അല്ല ആക്ച്വലി എന്താ തപ്പണ്ടേ? എന്റെ ഫോണാണ് ലക്കി പോയത്. ആ ഫോണായിരുന്നാ? അതിനിപ്പോ എന്താ, അത് ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ ഇപ്പൊ വിളിച്ചുതരാം. വിളിച്ചോക്കാ പോരെ. സില്ലി ഗൈസ്. ആ ഇറങ്ങിയിട്ട് പോയി എടുത്തോ. ഇവിടെ എവിടെയോ ഉണ്ട്, പോയി എടുത്തോട്ടാ. ഇതിനാണ് ഇത്ര ടെൻഷനൊക്കെ. എന്താടാ ചേട്ടനെ എനിക്കറിയാം. ചേട്ടനിപ്പോൾ അവൻ എന്ത് ചെയ്താലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ ആളെ വെച്ച് ചെയ്യിക്കും. കാരക്കാമുറി ജയൻ, ചെമ്പുമുക്ക് ജാക്സൺ, ചങ്കളൂരോടെ എനിക്കുണ്ടാ. നിന്നെയും ജയിക്കും, നിന്റെ ഈ കൂട്ടുകാരെയും ജയിക്കും, വീട്ടിൽ കയറി നിന്റെ വീട്ടുകാരെയും ജയിക്കും. അതെ സുചേട്ടാ, എന്താ രാവിലെ ചായ പോലും കുടിക്കാതെ ചുമ്മാ കുത്തിരിക്കണേ? എന്താ ബൂസ്റ്റ് തീർന്നവനാണോ? എന്താ ചേട്ടാ ഇത്ര ശോകം? ആരെങ്കിലും ഹൗസിന് കൊട്ടേഷൻ ചോദിച്ചതാ? ആ പിള്ളേരെ സീൻ മനസ്സിന്ന് പോകലടാ. ഏതായി പറയണേ? ആ സൂപ്പർ മാർക്കറ്റ് സീനില്ലേ, അതാകെ കബൂറായി പോയി. അതാ മറ്റേ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ, ചെമ്പുമുക്ക് ജാക്സന്റെയും കാരക്കാമുറി ജയന്റെയും കൂട്ടുകാരൻ. കോപ്പാണ്. ഞാൻ തിരക്കി. അവനൊരു സിനിമയ്ക്ക് കഥ എഴുതാൻ നടക്കണ ഒരു പോങ്ങനാണ്. അവന്റെ പെട്ടെന്നുള്ള തള്ളേ ഞാൻ കയറി പാളിപ്പോയി. ഞാൻ അന്നേ അവനിട്ടൊരെണ്ണം പൊട്ടിക്കാന്ന് വിചാരിച്ചതാ. വെറുതെ പപ്പാനിച്ചേട്ടൻ ചുമ്മാ വട്ടം മാറി നിന്ന്. എടാ ചുമ്മാ അങ്ങനെ ഒരുത്തൻ അവരുടെ പേര് കയറി പറയില്ലെന്നേ. അതല്ലേ ഞാൻ കയറി തടഞ്ഞേ. നാട്ടിലാണെങ്കി ഇപ്പൊ തള്ളുകാരെയാണ് കൂടുകയും ചെയ്തു. എന്താണോ നിനക്കൊക്കെ ഒരു പുച്ഛം? പുച്ഛൊന്നുമല്ല, വിശന്നിട്ടാ. അതിപ്പോ ഞാനേന ഫുഡ് മേടിക്കണം. എടാ മക്കളെ, ഇതൊരു ഓഫീസാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഡെയിലി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ആയിട്ട് വരണം. ഓവർ ടൈം ഉള്ളപ്പോ ഞാൻ ചെലവൊക്കെ എടുക്കാം. പിന്നെ ഇതൊരു ഡെയിലി വർക്കൊന്നുള്ള ഫീൽഡല്ലെന്ന് അറിയാലോ. നിങ്ങളായിട്ട് എന്തേലും വർക്ക് കൊണ്ടുവരണ്ടോ? ഉള്ളതൊക്കെ അതെ ഈ പേരിന്റെ കുമ്പുകൊണ്ട് തന്നെയല്ലേ. നമ്മൾ എന്താ മറ്റേ വർക്ക് വിടാൻ കാരണം? പേടിച്ചിട്ട്. നോ പ്രൊഫഷണൽ എത്തിക്സ്, തൊഴിൽ ധർമ്മം. അവൻ നമുക്കിട്ട് തള്ളി തന്ന സ്ഥിതിക്ക് നമ്മളവനെ പഞ്ഞു കിടുന്നു. എവിടെ വെച്ച്? ആദ്യം ഇവിടെ ആളില്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ച് കൊടുക്കാതെ. എന്നിട്ട് ഇവനെ തൂക്കിയെടുത്ത് മറ്റവന്റെ ഫ്രണ്ടിൽ കൊണ്ടിടുന്നു. എന്നിട്ട് മര്യാദയ്ക്ക് ആ പെങ്കുച്ചിനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ സീനാവും എന്ന് പറയുന്നു. അവൻ ആ പെങ്കുച്ചിനെ പറഞ്ഞു വിടുന്നു. നമ്മൾ അവളുടെ ആംഗ്ലയിൽ പേയ്മെന്റ് മേടിക്കും. സിഗരറ്റ്. എന്താടാ ചേട്ടനല്ലേ വലിയ നിർത്തുവാണ് ഇനി സിഗരറ്റ് വെച്ചാൽ കാരണം അടിച്ച് പൊട്ടിക്കണമെന്ന് പറഞ്ഞത്? മമ്മി നീ എന്തുട്ടി കാണിക്കണ? നിനക്ക് വട്ടായ? മീനൂടാ, നീ ഒന്നുകൂടി വിളിച്ചു നോക്കിയേ. റിങ് അടിക്കണ്ടോന്ന്.
ഞാനിപ്പോ 45 പ്രാവശ്യമായി വിളിക്കുന്നു. നീ വിളിക്കണോ? വിളിക്ക് ഇനിയും വിളിക്ക്. ഇവിടെ തന്നെ ആണോ? എന്ത് എക്സ്പ്രഷൻ ആടാ? നിന്റെ ഫോണല്ലേ പോയാ? ചിരിക്കടാ ചിരിക്ക്. നിങ്ങളുടെ ആരുടെയും ഫോണല്ലല്ലോ പോയത്, എന്റെ ആണല്ലോ. ഇന്ത്യയൊക്കെ ഫോൺ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ ബലമായ സംശയം ഉണ്ടല്ലോ, നിന്റെ ഫോൺ ആരെങ്കിലും കള്ളന്മാരെടുത്തോണ്ട് പോയിണ്ടാവും. ഏയ് കള്ളന്മാരൊന്നും ആവൂല. അവരാഴ്ച നേരത്തെ സിമ്മക്കൂര് എടുത്തിട്ടുണ്ടാവും. എനിക്ക് സംശയം അവന്മാരാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്റെ ഫോൺ പോയിട്ട് അവന്മാർക്ക് ഇതുവരെ ഒരു കൂസലില്ലല്ലോ. ഫോൺ അവന്മാരുടെ തന്നെ ഉണ്ടാവും. അവനവന്റെ സാധനങ്ങൾ അവനാ സൂക്ഷിക്കാൻ പഠിക്കണം, അല്ലാണ്ട് അവിടെ ഇവിടെയും കൊണ്ടുവച്ചിട്ട് മറ്റുള്ളവരുടെ മെക്കെട്ട് കയറില്ല. ഇനി നിങ്ങളെങ്ങാനും അല്ല മീനുടെ ഞാൻ ചുമ്മാ അതെ എന്താ ദീപു? ലക്കിയായിട്ട് ചാറ്റ് ചെയ്യണേ. അവിടെ അവിനാശിന് ഫോൺ കാണുന്നില്ല. അവന്റെ വല്ല സാധനം കാണാണ്ടായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനൊന്നുമല്ല, ഗൊറില്ലാണ്, ഗൊറില്ല. ഭ്രാന്താണ് അവന്. ആ എന്തായി, ഷോപ്പ് കൂടെ വാങ്ങിയ? ശരി, ആമ്പിള്ളേരെ ഡയലോഗൊക്കെ ഒന്ന് മാറ്റി പിടിക്കും ദീപു. എന്താണ് സ്ഥിരം ഡയലോഗ്? ഷോപ്പ് മൊത്തം വാങ്ങിയോ, കയ്യിലുള്ള ക്യാഷിന് മൊത്തം പർച്ചേസ് ചെയ്തോ? അതെ, ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്ക് പോയി പർച്ചേസ് ചെയ്തോളാം. താനിങ്ങനെ. അതെ, നിങ്ങൾ ആമ്പിള്ളേർക്ക് ഒരു വിചാരമുണ്ട് ഞങ്ങൾ ഗേൾസ് മൊത്തം ആവശ്യമില്ലാണ്ട് പർച്ചേസ് ചെയ്യുന്നത് അല്ലേ? അല്ല അങ്ങനെയില്ല ദീപു. ഞാൻ എന്താവാനാ നോക്കുന്നതെന്ന് അറിയാമല്ലോ. എൻ്റെ ഫീൽഡിലുള്ള എല്ലാവരും നല്ല ഡ്രസ് ഇട്ടാണ് നടക്കുന്നത്. ഒരു മോഡൽ അല്ലെങ്കിൽ ആക്ട്രസ് ആയ ആദ്യ ആളുകൾ എന്താ നോക്കുന്നത്? ലുക്സ് ആണ്. അതെ, അപ്പം നമ്മളെപ്പോഴും പ്രശ്നബിൾ ആയിരിക്കണ്ടേ? വേണം. എൻ്റെ ഫോട്ടോസ് വർക്ക്സ് ഒക്കെ കണ്ടിട്ടുള്ള ആരെങ്കിലും എന്നെ നേരിട്ട് കാണുമ്പോൾ, ഈ പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ അപ്പോൾ വിചാരിക്കില്ലേ ഇതൊക്കെ ഫോട്ടോഷോപ്പാണെന്ന്? ദീപു ഇൻഡസ്ട്രിയിലുള്ള ആളായിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ്. ദീപും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ല. അല്ല ഇപ്പോഴത്തെ റൈറ്റേഴ്സൊക്കെ ചുള്ളന്മാരാ. ഞാനൊരു തമാശക്ക് പറഞ്ഞാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തമാശക്ക് പറയുന്നത്, വെറുതെ മൂഡ് കളയാനായിട്ട്. ഞാൻ പേര് മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോഴും ഇതായിരുന്നു എല്ലാവരുടെ റെസ്പോൺസ്. പേര് മാറ്റി? അതെന്തിന്? അപർണാന്ന് പേരുള്ള എത്ര സെലിബ്രിറ്റീസ് ഉണ്ട് ഓൾറെഡി? അത് ശരിയാണ്, എന്നാലൊരു ഒരു പേരിൽ എന്തിരിക്കുന്നു സ്ഥിരം ഡയലോഗ് പറയില്ലേ പ്ലീസ്? അയ്യോ ചേട്ടാ പിടി. എന്താ പറ്റിയോട്ടോ? കുഴപ്പമില്ല, കാല് മടങ്ങിയോന്നൊരു ഡൗട്ട്. അല്ല അവരിപ്പോ തുടച്ചു പോയതേ ഉള്ളൂ, ചേട്ടൻ ശ്രദ്ധിച്ചില്ല അല്ലേ? ഇല്ല, കണ്ടില്ല. താങ്ക്സ്. അത് കുഴപ്പമില്ല, ഞാൻ എടുത്തരാം ചേട്ടാ അവിടെ വന്നു. ഇത് പെട്ടെന്ന് മടങ്ങിയതായിരിക്കും ചേട്ടാ. അത് ആണോ? വാ. ശരി മോനെ, ഇനി ഞാൻ പോയിക്കോളാം. ആണോ? എന്നാ ഓക്കെ ചേട്ടാ. വീട്ടിൽ പോയിട്ടെ ഒരു കാരണവശാലും തടവും ചെയ്തിട്ടോ, ചൂട് പിടിച്ചാൽ മതി. വേദന കൂടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിച്ചേ. ചേട്ടാ തെന്നി വീണത് പാവം. ഞാൻ പറഞ്ഞതിന് മറുപടി ഇല്ലാത്തോണ്ട് എസ്കേപ്പ് ആയതല്ലേ. ബൈ. എന്റെ അമ്മയെ അയാൾ വീടുന്ന നീ കണ്ടല്ലേ? എന്നോടൊന്നും പറയാം. നീ പറഞ്ഞു പറഞ്ഞ എന്നെ ഒരു മെയിൽ ഷോവിനിസ്റ്റ് ആക്കുവോ? അതാണല്ലോ എന്റെ അല്ലേ. ഞാനൊരു ഫെമിനിസ്റ്റാണ്. അക്ക പറഞ്ഞു ഞാൻ പിടിക്കാം. വേണ്ട, ഞാൻ പിടിച്ചോ. മുഴുവൻ തരണ്ട, പകുതി തന്നാ മതി. ജനറൽ ഇക്വാലിറ്റി. അയ്യോ അങ്ങനെ. എന്താണ് മുഖാകവല്ലായിരിക്കണത്? വന്നൊഴിക്ക് ആരെങ്കിലും ആയിട്ട് സ്റ്റാച്ചു വിളിച്ചാ? ആടാ കളിച്ചടാ, പാടാ, നമുക്കിനി കളിക്കാടാ, പാടാ. എന്റെ പൊന്നോ, ഞാനില്ല, ഒന്നും ചോദിക്കാനും പാടില്ല. എടാ, ഇന്ന് വൈകുന്നേരം ആ ലോട്ടസ് ഇന്റർനാഷണൽ ടീമുമായിട്ട് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, മറക്കരുത്. ഇന്ന് മൂടി ശരിയല്ല. എടാ നീ എങ്ങനെ പറയലടാ? എടാ മര അത്യാവശ്യം നോളജുള്ള ടീമാ, എന്തെങ്കിലും ചോദിച്ചാലേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്റെ പിന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. എടാ ഈ മൂഡ് ഓഫ് ഒക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങ് പോടാ. ഇന്നാ നിന്റെ ഫോൺ. ഇതെവിടെ നേട്ടി? ഇതാ മോൻ എടുത്താ. ഏത് മോൻ? ആരാണോ? എടാ ഇന്നലെ വൈകുന്നേരം മറ്റൊരു ക്ലൈന്റ് വന്നില്ലേ, ബേബി ചെയർമാൻ. അയാളാ? അയാളല്ല, അയാളുടെ കൂടെ ഒരു കൊച്ചു പയ്യൻ വന്നില്ലേ, അയാളുടെ മോൻ. ഒരു തോക്കൊക്കെ പിടിച്ചോടി ഇങ്ങനെ ഓടിച്ചാടി കളിച്ചാ പയ്യൻ എടുത്താ. പയ്യൻ പിന്നെ പിള്ളേരായിട്ട് പുറത്തു പോകുമ്പോ ഇങ്ങനെയാണോ? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. ചേട്ടൻ അയാളുടെ ഫോൺ നമ്പർ ഞാൻ വിളിച്ച് രണ്ടെണ്ണം പറയട്ടെ. എടാ നീ ഒന്ന് സമാധാനപ്പെടാ, അതൊരു കൊച്ചു പയ്യനല്ലേ, അവൻ അറിയാതെ എടുത്തതാ. എന്തായാലും സാധനം കിട്ടിയല്ലോ. മാത്രമല്ല നമുക്ക് അത്യാവശ്യം വർക്കൊക്കെ തരുന്ന ഒരു ക്ലയന്റാ, പിണക്കണ്ട. എടാ നിന്റെയും അയാളുടെയും ഫോൺ ഒരേപോലത്തെ ഫോണാ, അപ്പൊ ആ പയ്യൻ അറിയാതെ അങ്ങ് എടുത്തു.
രാവിലെ എണീറ്റപ്പോൾ അയാളുടെ ഒരു ഫോൺ കിട്ടി. അപ്പൊ തന്നെ അയാൾ ഒരാളെ പറഞ്ഞു വിട്ട് നമ്മുടെ ഫോൺ തന്നു. എന്റെ പൊന്നത് ടെൻഷൻ അടിച്ച് മനുഷ്യൻ പണ്ടാരടങ്ങി കാണാതായിട്ട്. സൂക്ഷിച്ചോ, എല്ലാം ഉണ്ടല്ലോ അല്ലേ? എന്ത് ഊർന്നു പോകും. അല്ല, കാശൊന്നും പോയിട്ടില്ലല്ലോ. അല്ല ചേട്ടനകത്തേക്ക് കുറെ തവണ വിളിച്ചിട്ടുണ്ടല്ലോ രാവിലെ, എന്താ സംഭവം? ആ, നിന്റെ ഫോൺ എന്റെ കയ്യിലാന്ന് പറയാൻ വേണ്ടി വിളിച്ചാ. എത്ര തവണ വിളിച്ചു, നീ ഫോൺ എടുക്കണ്ടേ? പിന്നെ കരുതി നീ ഇവിടെ വരുമല്ലോ, അപ്പൊ അങ്ങ് നേരിട്ട് തരാന്ന്. എന്തൊരു ആത്മാർത്ഥയാണ്. താങ്ക് യു.